വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജീനു. ഞാനാണ് നിങ്ങൾക്ക് ബാങ്കിങ് അവയർനെസ്സിൻ്റെ സെഷൻ എടുക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് NBFCs ഇൻ ഇന്ത്യ ആണ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ വരാന്ത റൈസിൻ്റെ അഡ്മിഷൻ കോൺടാക്ട് നമ്പേഴ്സാണ്. ഓഫ്ലൈൻ ബാച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്പർ. സാറ്റർഡേ സൺഡേ ഇല്ല, ബാക്കി ഡേയ്സിൽ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാനാണെങ്കിൽ ഓഫ്ലൈൻ ബാച്ച് ചൂസ് ചെയ്യാം. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ, അതായത് നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മെൻറ്റർ സപ്പോർട്ട്, അതായത് ഫോൺ വഴി മെൻറ്റർ സപ്പോർട്ടും ക്ലാസ്സും അവൈലബിൾ ആക്കുന്നതാണ് ഓൺലൈൻ സെഷൻ. അതിൻ്റെ കോൺടാക്ട് നമ്പറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്, ബേസിക് ക്ലാസ് കഴിയുമ്പോൾ ബേസിക് സർക്കിൾ കഴിയുമ്പോഴത്തേക്കും പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ബേസിക് സർക്കിളിൽ. അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിളിൽ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് മെയിൻസ് എക്സാംസിന് കുറച്ചുകൂടി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് എക്സ്ട്രീം സർക്കിളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർ ബാച്ചിൽ നമ്മൾ പ്രിലിംസും മെയിൻസും ഒരേപോലെ ഫോക്കസ് ചെയ്തായിരിക്കും മെറ്റീരിയൽ കൊണ്ടുപോകുന്നത്. അത് ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും ചെയ്യിക്കുന്നതും. അത് കഴിഞ്ഞ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. നമ്മൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ചെയ്താൽ മാത്രം പോരാ, ടൈമിന് നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ എക്സാം അതേപോലെ മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ അതിൻ്റെ സ്പീഡ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂ PO സെഷൻസിന് വേണ്ടിയിട്ടാണ്. IBPS POയ്ക്കും SBI POയ്ക്കും ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ റിട്ടയർഡ് AGMs ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, അതായത് മോക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടതെന്ന് മോക്ക് ഇൻ്റർവ്യൂവിന് ശേഷം സജഷൻസ് പറഞ്ഞുതരും. അപ്പോൾ അത്രയാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സെഷനിലോട്ട് പോവാം. സെഷനിൽ ഫസ്റ്റ് NBFC എന്താണെന്ന് നോക്കാം. NBFCയുടെ ഫുൾ ഫോം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ബാങ്ക് പോലെ അല്ല, യൂഷ്വൽ ബാങ്ക് പോലെ അല്ല, നോൺ ബാങ്കിങ് ആണ്. അതായത് ഡിപ്പോസിറ്റ് ലോണ് അതൊക്കെയാണ് ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതില്ലാതെ വർക്ക് ചെയ്യുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പോൾ NBFCs engage in the business of loans and advances, acquisition of bonds, debentures, securities issued by government or local authorities or other marketable securities, leasing, hire purchase, insurance business, chit business, etc. Okay, it does not include any institution whose principal business is that of അഗ്രികൾച്ചർ ആക്ടിവിറ്റി. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻക്ലൂഡ് ആവാത്തതെന്നുള്ളതാണ്. ഫസ്റ്റ് ഈസ് ദാറ്റ് ഓഫ് അഗ്രികൾച്ചർ ആക്ടിവിറ്റി. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, പർച്ചേസ് ഓർ സെയിൽ ഓഫ് എനി ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് എനി സർവീസസ് ആൻഡ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഏതൊക്കെയാണ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് NBFCയിൽ ഇൻക്ലൂഡ് ആവാത്തതെന്നുള്ളതാണ്. അപ്പോൾ it does not include any institution whose principal business is that of agriculture activity related ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആണോ, അങ്ങനെയുള്ളതൊക്കെ NBFCയിൽ കണക്കാക്കില്ല, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് റിക്വയർമെൻറ്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് NBFC. ഒരു NBFC ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിലുള്ള റിക്വയർമെൻറ്റ്സ് ആണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. ഇത് ഓർത്ത് വെച്ചേക്കുക. രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റേർഡ് ആയിരിക്കണം ഒരു കമ്പനി. NBFC ആയിട്ട് നമ്മൾ NBFC ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 ആൻഡ് ഡിസൈറസ് ഓഫ് കമൻസിങ് ബിസിനസ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ as defined under section 45(1)(a) of RBI Act 1934. അപ്പോൾ ഈ സെക്ഷൻ ഓർത്ത് വെച്ചേക്കുക, സെക്ഷൻ 45(1)(a) of RBI Act 1934. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് NBFC എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. അതുപോലെ തന്നെ ആൻഡ് ഡിസൈറസ് ഓഫ് കമൻസിങ്
business of non-banking financial institution as defined under section 45(1)(a) of RBI Act 1934. അടുത്തത് മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് 200 lakhs ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഷുഡ് ഹാവ് എ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് ഓഫ് 200 lakhs. ഓക്കെ, അപ്പോൾ NBFC എന്താണെന്ന് ആദ്യം നോക്കി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. NBFC ഈസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അക്വിസിഷൻ ഓഫ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, acquisition of bonds, debentures, securities issued by government or local authorities or other marketable securities. അത് കഴിഞ്ഞ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരില്ല എന്ന് നോക്കി. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഉള്ളതാണെങ്കിലും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഉള്ളതാണെങ്കിലും നമുക്കതൊരു NBFC ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും it should be a company registered under Act 1956 ആണ്. കമ്പനീസ് ആക്ട് അണ്ടർ കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ എന്താ സെക്ഷൻ 45(1)(a) ഓഫ് RBI Act 1934. പിന്നെ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 200 lakhs ആയിരിക്കണം. ഇത്രയാണ് NBFCൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് NBFC ആണ്. ബാങ്കും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, മെയിനായിട്ടുള്ളത് NBFC cannot accept ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡിഫറൻസ്. അടുത്തത് NBFCs do not form part of payment and settlement system and cannot issue check drawn of itself. അപ്പോൾ ചെക്ക് ഡ്രോൺ ഓഫ് ഇറ്റ്സെൽഫ് ആയിട്ട്, അതായത് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല NBFCsന്. അതുപോലെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഓഫ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഡിപ്പോസിറ്റേഴ്സ് ഓഫ് NBFC അൺലൈക്ക് ഇൻ കേസസ് ഓഫ് ബാങ്ക്സ് അല്ലാത്ത കേസിൽ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ്, അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ ഒരു ബാങ്ക്സിന് ഒരു ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ NBFCsന് അതില്ല. അപ്പോൾ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഓഫ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC എന്ന് പറയും. DICGCയുടെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി അവൈലബിൾ അല്ല, ബാങ്ക്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, NBFCsന് അത് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് NBFC cannot accept ഡിമാൻഡ് ഡിപ്പോസിറ്റ്. അടുത്തത് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് DICGCയുടെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഇല്ല. ഓക്കെ, പിന്നെ ഉള്ളത് ദർ ഈസ് നോ ഓംബുഡ്സ്മാൻ ഫോർ ഹിയറിംഗ് കംപ്ലയിൻറ്റ്സ് അഗെയിൻസ്റ്റ് NBFCs. NBFCsൻ്റെ കംപ്ലയിൻറ്റ്സ് ഹിയർ ചെയ്യാൻ ഒരു ഓംബുഡ്സ്മാൻ എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. ഓക്കെ, അടുത്തത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസ് ഓഫ് ആൻ NBFC. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിച്ച് ഈസ് എ സബ്സിഡിയറി ഓഫ് എ ബാങ്ക് ഇഫ് എ കംപ്ലൈൻറ്റ് ഡസ് നോട്ട് ഗെറ്റ് സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് ഫ്രം ദ NBFCs ഇൻ ഇന്ത്യ വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് 30 days. 30 daysനുള്ളിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസിൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ലോഡ്ജിങ് ദ കംപ്ലൈൻറ്റ് കൊടുത്ത് 30 daysനകത്ത് ഒരു തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ കസ്റ്റമർ വിൽ ഹാവ് the option to approach the office of concerned banking ombudsman for redressal of his grievances. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് NBFCsനായിട്ടൊരു ഓംബുഡ്സ്മാൻ സ്കീം ഇല്ല, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസ് NBFCsൻ്റെ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസിൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറി കംപ്ലൈൻറ്റ് വരികയാണ്. അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് 30 daysനുള്ളിൽ അതിനൊരു അതിനുള്ള ഒരു പരിഹാരം കംപ്ലൈൻറ്റിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ കസ്റ്റമർ ക്യാൻ കോൺടാക്ട് ഓഫീസ് ഓഫ് ദ കൺസേൺഡ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഫോർ റീഡ്രസൽ ഓഫ് ഹിസ് ഗ്രീവൻസസ്. ഓക്കെ, അപ്പോൾ അവിടെ ഓഫീസ് ഓഫ് ദ കൺസേൺഡ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, സെക്കൻഡ് വൺ ചെക്ക് ഇഷ്യൂ ചെയ്യില്ല, തേർഡ് വൺ DICGCയുടെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഇല്ല, പിന്നെ ഓംബുഡ്സ്മാൻ സ്കീമും ഇല്ല.
ഓക്കെ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഓപ്പറേഷൻസിൻ്റെ ആണ്, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു 30 ഡേയ്സിനുള്ളിൽ എന്താ ഗ്രീവൻസിന് റീഡ്രസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഓഫീസ് ഓഫ് ദ കൺസേൺ ബാങ്കിങ് ഓംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. ജസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് മാത്രമേ നമുക്ക് ബാങ്കിന് ആവശ്യമുള്ളൂ. ഓക്കെ. Types of NBFCs, first one, asset finance company, company which is a financial institution carrying on as its principal business. Okay, as its principal business ആയിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് അസറ്റ് ഫിനാൻസ് കമ്പനി, വിച്ച് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരിയിങ് ഓൺ ആസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ബിസിനസ് ദ ഫിനാൻസിങ് ഓഫ് ഫിസിക്കൽ അസറ്റ്സ് സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റീവ് എക്കോണമിക് ആക്ടിവിറ്റി. Principal business for this purpose is defined as aggregate of financing real physical assets supporting economic activity and income arising therefrom is not less than 60%. Income 60%-ന് ലെസ് ആവാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ പേരും ഇൻകം എത്ര ലെസ് ആവാൻ പാടില്ല എന്നും കൂടി ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അസറ്റ് ഫിനാൻസ് കമ്പനി ഇൻകം ഈസ് നോട്ട് ലെസ് ദാൻ 60% ഓഫ് ഇറ്റ്സ് ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ ഇൻകം റെസ്പെക്റ്റീവ്ലി. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് അസറ്റ് ഫിനാൻസ് കമ്പനി നോട്ട് ലെസ് ദാൻ 60% ആയിരിക്കണം ഇൻകം. ഓക്കെ. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഇത് ജസ്റ്റ് പേര് നോക്കി വെച്ചിരുന്നാലും മതി. അസറ്റ് ഫിനാൻസ് കമ്പനി. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, വിച്ച് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരിയിങ് ഓൺ ആസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ബിസിനസ് ദ അക്വിസിഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അടുത്തത് ലോൺ കമ്പനി, company which is a financial institution carrying on as its principal business the providing of finance whether by making loan or advances or otherwise for any activity other than its own but does not include an asset finance company. Asset finance company allade loan and advances കൊടുക്കുന്നതിനെ ലോൺ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു NBFC ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിയും ഒരു NBFC ആണ്, വിച്ച് ഡിപ്ലോയ്സ് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ഇറ്റ്സ് ടോട്ടൽ അസറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ലോൺസ് ആൻഡ് ഹാസ് എ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട്സ് ഓഫ്, ഈ നെറ്റ് ഓൺഡ് ഫണ്ട്സും കൂടെ നോക്കി വയ്ക്കുക, നെറ്റ് ഓൺഡ് ഫണ്ട്സ് ഓഫ് 300 crore. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ആണെങ്കിൽ നെറ്റ് ഓൺഡ് ഫണ്ട്സ് 300 crores ആണ്. And has a minimum credit rating of A or equivalent with a CRAR of 15%. അത് ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി, അസറ്റ് ഫിനാൻസ് കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ലോൺ കമ്പനി. ഓക്കെ. അടുത്തത് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഓക്കെ. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് NBFC registered to facilitate the flow of long-term debt into infrastructure projects and raise resources through issue of rupee or dollar denominated bonds of minimum 5-year maturity and sponsored through infrastructure finance companies. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എക്സാമിന് വരില്ല, പക്ഷേ ഈ പേര് മാത്രം നോക്കി വയ്ക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്. അടുത്തത് NBFC MFI. It is a non-deposit NBFC having not less than 85% of its asset. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ആണെങ്കിൽ 75% ഓഫ് ഇറ്റ്സ് ടോട്ടൽ അസറ്റ് ആണ്. അതുപോലെ അസറ്റ് ഫിനാൻസ് കമ്പനിക്ക് 60% ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, അസറ്റ് ഫിനാൻസ് കമ്പനി 60%, നോട്ട് ലെസ് ദാൻ 60% ആണ് ഇതിൻ്റെ എന്താ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ആകുമ്പോൾ 75%, അറ്റ്ലീസ്റ്റ് 75%. അടുത്തത് 85% വരുന്നത് NBFC MFI എന്നുള്ളതാണ്. NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി MFI. ഓക്കെ. നോൺ ഡിപ്പോസിറ്റ് NBFC ആണ്, ഹാവിങ് നോട്ട് ലെസ് ദാൻ 85% ഓഫ് ഇറ്റ്സ് അസറ്റ് ഇൻ ദ നേച്ചർ ഓഫ് ക്വാളിഫയിങ് അസറ്റ് വിച്ച് സാറ്റിസ്ഫൈ വേരിയസ് ക്രൈറ്റീരിയ ദാറ്റ് ഇൻക്ലൂഡ് ലോൺ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 50,000 ഇൻ ദ ഫസ്റ്റ് സൈക്കിൾ ആൻഡ് 1 lakh ഇൻ ദ സബ്സീക്വൻറ്റ് സൈക്കിൾ. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് നോക്കി വയ്ക്കുക.
ഫസ്റ്റ് സൈക്കിൾ നോട്ട് എക്സീഡ് 50,000 ആൻഡ് സബ്സീക്വൻറ്റ് സൈക്കിളിൽ 1 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. അടുത്തത് NBFC factors. It is a non-deposit NBFC engaged in the principal business of factoring and financial assets in the factoring business should constitute at least 50% of its total asset. അപ്പോൾ 50% വരുന്നത് NBFC factors, 75% infrastructure finance company, അടുത്തത് asset finance company ആകുമ്പോൾ not less than 60%. ഓക്കെ, അടുത്തത് മോർഗേജ് ഗ്യാരണ്ടി കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോർഗേജ് ഗ്യാരണ്ടി കമ്പനീസ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ ബിസിനസ് ടേൺ ഓവർ ഈസ് മോർഗേജ് ഗ്യാരണ്ടീഡ് ബിസിനസ് ഓർ അറ്റ്ലീസ്റ്റ് 90% ഓഫ് ഗ്രോസ് ഇൻകം ഈസ് ഫ്രം മോർഗേജ് ഗ്യാരണ്ടി. മോർഗേജ് ഗ്യാരണ്ടിയുടെ കൂടെ അതിൽ 90% ഗ്രോസ് ഇൻകം ഉള്ളതാണ് മോർഗേജ് ഗ്യാരണ്ടി കമ്പനീസ്. ഓക്കെ, അതും NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസാണ്. അതിൻ്റെ നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 100 crore ആണ്. നമ്മൾ നേരത്തെ 300 crore നോക്കിയത് എവിടെയാണെന്ന് നോക്കാം. 300 crore നോക്കിയത് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിക്കാണ് 300 crore. അപ്പോൾ 100 crore വരുന്നത് മോർഗേജ് ഗ്യാരണ്ടി കമ്പനീസിനാണ്. അടുത്തത് NBFC NOFHC, financial institution through which promoters will be permitted to set up a new bank. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് NBFC ആയിട്ട് നിന്നിട്ട് പുതിയ ബാങ്ക് തുടങ്ങാൻ പറ്റുന്നത് NBFC NOFHC എന്നുള്ള സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ NBFCs എന്ന് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, അതിൻ്റെ ഫുൾ ഫോം. അതായത് NBFC എന്ന് തന്നിട്ട് F എന്താണ് B എന്താണെന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. പിന്നെ ഉള്ളത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ, എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ലോൺ ആൻഡ് അഡ്വാൻസസ്, അക്വിസിഷൻ ഓഫ് ബോൺസ്, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റീസ് ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതല്ലാതെ ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് NBFC ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യുന്നതും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയും ആണെങ്കിൽ അത് NBFC ആയിട്ട് കൺസിഡർ ചെയ്തില്ല. പിന്നെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956. പിന്നെ സെക്ഷൻ ജസ്റ്റ് നോക്കി വയ്ക്കുക, സെക്ഷൻ 45(1)(a) ഓഫ് RBI ആക്ട് 1934. പിന്നെ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് 200 lakhs. ഇത്രയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി ഡിഫറൻസ് എല്ലാവർക്കും അറിയാം. എന്താ, ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, ചെക്ക് കൊടുക്കില്ല. അതുപോലെ DICGCയുടെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റിയും ഉണ്ടാവില്ല NBFCസിന്. പിന്നെ ഓംബുഡ്സ്മാൻ സ്കീമും, അതായത് ഒരു ഓംബുഡ്സ്മാൻ ഹിയറിങ്ങിനായിട്ട്, ഇതിൻ്റെ കംപ്ലയിൻസ് ഹിയറിങ്ങിനായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് NBFC ആണ് നോക്കിയത്. ഏതൊക്കെയാണ് ആ പേര് മാത്രം ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് NBFCസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഫസ്റ്റ് കുറച്ച് പാർട്ടാണ്, അതിൻ്റെ ഇയർ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടിൽ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.